ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറഞ്ഞത് ഫിയറ്റ് ലിനിയാണ് വണ്ടി. അപ്പോൾ ഇതിന്റെ കംപ്ലൈന്റ് എന്ന് വെച്ചാൽ കസ്റ്റമർ കംപ്ലൈന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓടിക്കുന്ന അവസരത്തിൽ ബ്രേക്ക് പെഡൽ ഹാർഡായിട്ട് ഇരിക്കുന്നു. ചില ടൈമിൽ നമ്മൾ നല്ലപോലെ അതായത് കുറെ പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ട്രാഫിക്കിലൊക്കെ പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഹാർഡാവും. ഇല്ലെന്നുണ്ടെങ്കിൽ ചില ടൈമിൽ നല്ല ഫ്രീ ആയിരിക്കും. അതായത് വണ്ടി എടുക്കുന്ന സമയത്ത് ബ്രേക്ക് കറക്റ്റ് സ്പോഞ്ച് പോലെ നമ്മൾ ബൂസ്റ്റ് വർക്ക് ചെയ്യുന്ന പോലുള്ള ആ ഫീൽ കിട്ടും. പക്ഷെ കുറച്ച് വണ്ടി നമ്മൾ 2-3 വട്ടം ബ്രേക്ക് പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഹാർഡായിട്ട് പോകും. അതാണ് ഈ വണ്ടിയുടെ കംപ്ലൈന്റ്. നേരെ ഹാർഡായിട്ട് ബ്രേക്ക് കിട്ടാത്തൊരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന്റെ വാക്വം പമ്പ് മാറിയിട്ടുണ്ട്. അപ്പം വാക്വം പമ്പ് എവിടെ ഇരിക്കുന്നത്? ഇതാണ് ഇതിന്റെ പഴയ വാക്വം പമ്പ്. അത് നമുക്ക് നോക്കാം. നമ്മളിപ്പോ ഇത് മാറിയ വാക്വം പമ്പാണ് ഈ കാണുന്നത്. ഇതാണ് ഇതിന്റെ വാക്വം പമ്പ് വരുന്നത്. അപ്പൊ ഈ വാക്വം പമ്പിന് 2 യൂണിറ്റ് ആണ് വരുന്നത്. ഒന്ന് ബ്രേക്ക് ബൂസ്റ്ററിലോട്ട് പോകുന്ന ലൈൻ, അതായത് ബ്രേക്ക് ബൂസ്റ്ററിലോട്ട് പോകുന്ന ലൈന് നേരെ നമുക്ക് വീഡിയോയിൽ കറക്റ്റ് കിട്ടുമോ എന്നറിയില്ല. ഇവിടെയാണ് അതിന്റെ ഒരു കണക്ഷൻ വരുന്നത്. ഒരു കണക്ഷൻ അതിന്റെ താഴെയാണ് ഇത് ഈ കണക്ഷൻ പോകുന്നത്. അതായത് ഇത് ചെറിയ കണക്ഷൻ വരുന്നത് നേരെ ടർബോ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുത്തേക്കുന്നത്. അത് നേരെ ഈ ലൈൻ വന്നിട്ട് ടർബോ ബൂസ്റ്റ് പ്രഷർ സെൻസർ വഴി ഈ ലൈൻ താഴോട്ട് പോയിട്ട് അവിടെ ഒരു ചെറിയൊരു ടാങ്ക് പോലെ വന്നിട്ട് അതിൽ നിന്ന് കണക്ഷൻ ആണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഈ ഒരു വാക്വം പമ്പിന്റെ ലൈനാണ് നേരെ ബൂസ്റ്ററിലോട്ട് പോകുന്നത്. അതായത് ഇതുവഴി കണക്ട് ചെയ്തിട്ട് നേരെ ഈ കാണുന്ന ബൂസ്റ്റർ, ഇതിനുള്ളിലാണ് ഇതിന്റെ ബൂസ്റ്റർ ഇരിക്കുന്നത്. ഈ ബൂസ്റ്ററിനകത്തോട്ടാണ് അതിന്റെ ലൈൻ പോകുന്നത്. അപ്പോൾ ഈ വാക്വം പമ്പ് കറക്റ്റ് വർക്കിംഗ് അല്ല എന്നുണ്ടെങ്കിൽ 2 പ്രശ്നങ്ങൾ വരും. ചില ടൈമിൽ നമുക്ക് ബ്രേക്ക് ഹാർഡായിട്ടുള്ള ഒരു പ്രശ്നം വരും. ചില ടൈമിൽ ഈ ടർബോ ബൂസ്റ്റിംഗ് ഒക്കെ കറക്റ്റ് ആയിരിക്കും, പക്ഷെ ബ്രേക്ക് അതായത് പെഡൽ ഹാർഡായിട്ടുള്ള ഒരു അവസ്ഥ വരും. രണ്ടാമത്തെ കേസ്, 2 കേസും ഇതിന് സംഭവിക്കാം. അതായത് ഈ ലൈൻ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് സംഭവിക്കുന്നത് ടർബോ ബൂസ്റ്റ് ചെയ്യില്ല, വണ്ടിക്ക് പിക്കപ്പ് കുറയും, ബ്രേക്കും കിട്ടാതെ വരും. അപ്പൊ ചില കേസിൽ ടർബോ മാത്രം പ്രശ്നങ്ങൾ ഉണ്ടാവും, ബൂസ്റ്റ് ചെയ്യാത്ത ഒരു അവസ്ഥ വരും, ബ്രേക്ക് കറക്റ്റ് ആയിരിക്കും. അപ്പൊ ഈ രണ്ടും കൂടെ വരാം, അല്ലെങ്കിൽ സെപ്പറേറ്റോ ഇതിന് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ വരും. കാരണം ഇത് 2 സെപ്പറേറ്റ് വാൾവാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതിന്റെ ലൈൻ പോകുന്നത് ഇതാണ് നമ്മളിപ്പോ മാറിയ വാക്വം പമ്പ് വരുന്നത്. അപ്പോൾ ഇത് സ്വിഫ്റ്റ് ഡീസൽ, അതുപോലെ തന്നെ ഇൻഡിക, വിസ്ത, കോട്രാജെറ്റ് വരുന്നതിനെല്ലാം ഈ ഒരു ടൈപ്പ് എഞ്ചിനാണ് വരുന്നത്. ഇതിനൊക്കെ ഈ ഒരു വാക്വം പമ്പ് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ബ്രേക്കിന് പ്രശ്നം ഉണ്ടാവും, അതുപോലെ തന്നെ ടർബോയും ബൂസ്റ്റ് ചെയ്യില്ല. അപ്പോ നമ്മളിപ്പോ വാക്വം പമ്പ് ഇതിന്റെ പഴയ വാക്വം പമ്പാണ് വരുന്നത്. അപ്പൊ ഈ വാക്വം പമ്പിന് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ 2 കംപ്ലൈന്റ് ആണ് വരുന്നത്. ഒന്ന്, ടർബോ ബൂസ്റ്റ് ചെയ്യില്ല, ടർബോയിൽ ആ ഒരു പിക്കപ്പ് കിട്ടില്ല, വണ്ടിക്ക് പിക്കപ്പ് തീരെ കുറഞ്ഞ ഒരു അവസ്ഥ വരും, കാരണം ഇതുവഴി വാക്വം വന്നില്ല എന്നുണ്ടെങ്കിൽ. രണ്ടാമത്തേത്, ഈ വലിയ ഭാഗത്തൂടെ വാക്വം വന്നില്ല എന്നുണ്ടെങ്കിൽ ബൂസ്റ്റർ പ്രഷർ കിട്ടാതെ വരും. ബൂസ്റ്റർ പ്രഷർ കിട്ടാതെ വരുമ്പോൾ ബൂസ്റ്ററിന്റെ ഡയഫ്രം വലിക്കാതെ വരുമ്പോൾ നമുക്ക് ആ ഒരു ബ്രേക്ക് ഹാർഡ് പോലെ വരും. അപ്പൊ ഈ കൂടുതലും ഈ പമ്പ് കംപ്ലൈന്റ് വരുമ്പോൾ നമുക്ക് ആദ്യം ചവിട്ടുമ്പോൾ ഫ്രീ ആയിട്ട് പെഡൽ കറക്റ്റ് ബ്രേക്ക് ആയിരിക്കും. രണ്ടാമത് ചവിട്ടുന്ന സമയത്ത് പെഡൽ ഹാർഡായിട്ട് മാറും. നമുക്ക് ട്രാഫിക്കിലൊക്കെ പിന്നെ നമ്മൾ കുറെ നേരം ബ്രേക്ക് ചവിട്ടാതിരിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് കറക്റ്റ് ബ്രേക്ക് കിട്ടും, രണ്ടാമത് ഹാർഡായിട്ട് നിൽക്കും, വണ്ടി നിൽക്കാത്ത കല്ല് പോലിരിക്കുന്ന ഒരു മരത്തടിയിലൊക്കെ ബ്രേക്ക് ചവിട്ടുമ്പോൾ കിട്ടുന്ന ഒരു അവസ്ഥയിലോട്ടൊക്കെ വരും. അപ്പൊ ഇത് വാക്വം പമ്പിന്റെ ആയിരിക്കും. ഇതേ സെയിം കംപ്ലൈന്റ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ബ്രേക്ക് ചവിട്ടുമ്പോൾ പിന്നെ ബ്രേക്ക് ഹാർഡ് ആണെന്നുണ്ടെങ്കിൽ അത് ബൂസ്റ്ററിന്റെ പ്രശ്നമായിരിക്കും വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ സ്വിഫ്റ്റിന് വരുന്നത് ഈ സെയിം സാധനം തന്നെയാണ്, ഇതേ സെയിം സാധനം തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ കോട്രാജെറ്റ് വരുന്നത്, ടാറ്റ ഇൻഡിക കോട്രാജെറ്റ് വരുന്നതും വിസ്ത കോട്രാജെറ്റ് വരുന്നതും എല്ലാം ഈ ഒരു വാക്വം പമ്പ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇടയ്ക്ക് പെഡൽ ഹാർഡ് ആവുന്നുണ്ടെങ്കിൽ ഈ വാക്വം പമ്പിന്റെ ലൈൻ കറക്റ്റ് ആണോ നോക്കുക, അതുപോലെ തന്നെ ഈ വാക്വം പമ്പിൽ പ്രഷർ കറക്റ്റ് ആണോ എന്ന് നോക്കുക. ഇതിനെ സംബന്ധിച്ചോളം ഇതിന്റെ വാക്വം പമ്പ് പോയതായിരുന്നു. അപ്പോൾ ഫിയറ്റ് ലിനിയയുടെ ബ്രേക്ക് ഹാർഡിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയുടെ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.